ലിസണേഴ്സ്, നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആൻസർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കഥ വായിക്കാറ്, നമ്മുടെ പ്രവാചകനെ കുറിച്ചിട്ടൊരു കഥ ഇങ്ങനെ വായിച്ചു. തങ്ങൾ സ്വഹാബത്തിൽ കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി തങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ മതങ്ങൾ പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡറാണ്, അവർക്ക് അധ്യാപനങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പൊ ഈ വ്യക്തി വന്നിട്ട് എക്സാമിനോട് വെക്കുന്നത് എനിക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് വ്യഭിചരിക്കണം പറയും. അപ്പൊ ഒരു സമൂഹത്തിന്റെ നേതാവ് അവർക്ക് അധ്യാപനം കൊടുക്കുന്ന വ്യക്തി, അതേപോലെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നബിക്ക് ചുറ്റിക്കുന്ന സഹാബത്തിൽ ആകെ രോഷാകുലരായി. അപ്പോ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ? നബി അവരോട് ചൂടാവും. പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതിന്റെ പിന്നെ അതിന്റെ കാര്യമാണ്. അതായത് നബി തങ്ങളെ ആ സഹാബിനെ വിളിച്ച് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതിന് ശേഷം തങ്ങൾ വളരെ ശാന്തമായിട്ട് ചോദിച്ചു, ഈ പറഞ്ഞ സംഭവം എന്റെ ഉമ്മാനെ ആലോചിച്ചു, വേറൊരു വ്യക്തി വന്നിട്ട് ഉമ്മാനെ എങ്ങനെ ചെയ്യുന്ന ആലോചിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഒരു സിസ്റ്റർ ഒരു സഹോദരി എനിക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. അങ്ങോട്ട് ചോദിച്ചു. അതിലെ സഹാബിക്ക് കാര്യം മനസ്സിലായി. അതിന്റെ വിധങ്ങൾ വളരെയായിട്ട് ആ സഹാബിന്റെ അന്യത്തിൽ പ്രയോഗിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ആലോചിച്ചു, ആ ഒരു രീതി ആ സഹാബിക്ക് വിധങ്ങൾ അത് പഠിപ്പിച്ചൊരു രീതി ആലോചിച്ചു. അത് അത്രയും അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അതിലൂടെ നമുക്ക് ചർച്ച ചെയ്യാൻ രീതിയെ കുറിച്ച് ഞാൻ മനസ്സിലായില്ലേ. ഖുർആനിന്റെ അവസരത്തിൽ പറയുന്നതാണ്, നബിയെ നിങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ കാര്യം പഠിപ്പിച്ചതാണ് നിങ്ങൾക്കൊന്നും തെറ്റെടുത്ത് പറയുന്നത്. അതേപോലെ തന്നെ ഹദീസിലും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായി ഞാൻ നിങ്ങളൊക്കെ ഒരു അധ്യാപകമായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതാണ് തിരിച്ചറിവാണ് ഒരു ആളുകളെ കാര്യം മനസ്സിലാക്കാൻ ആളുകളെ നടത്താനായിട്ട് പൂർണ്ണമായും സമ്പൂർണ്ണമായിട്ട് അധ്യാപകൻ കൂടെയാണ് സംഘടന. ഇപ്പോഴത്തെ ഹദീസിൽ കാണാൻ സാധിക്കും, ഏതൊരു കാര്യം ചോദിക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് അല്ലെങ്കിൽ വളരെ യൂണീക്കായിട്ട് രീതിയിലാണ് ഓരോ വ്യക്തിക്കനുസൃതമായിട്ട് ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് ചൂടാവാതെ ദേഷ്യപ്പെടാതെ വ്യക്തമായ രീതിയിൽ ഈ അധ്യാപന രീതി ഇന്നത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കുന്നത് ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വാദിക്കുന്നു, ആ എഡ്യൂക്കേഷൻ വേണം, ഈ എഡ്യൂക്കേഷൻ വേണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം, കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിക്കണം, ഇത്ര രീതിയിൽ കുട്ടികൾക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ചു, നമ്മളിപ്പോ ഓരോ ആൾക്കാർ വാദിക്കുകയാണ്, സമൂഹത്തിലെ ആവശ്യം ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഈ അധ്യാപനത്തിന് കാണും. ഇപ്പോ ഈ ഒരു ടീച്ചിങ് അസോസിയേഷൻ അമേരിക്കയിൽ അവര് പുറത്തുവിടുന്നത് ഒരു പഠനം നടത്തിയിട്ട് അവർ പുറത്തുവിടുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു പ്രത്യേക രീതികൾ അവർ പറയും. അതായത് പിന്നെ ഒരു പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള രീതി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് രീതി, അതുപോലെ തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾക്ക് ഇങ്ങനെ കൊടുക്കണം, ഈ ഇത്ര സമയം ശ്രദ്ധിക്കാൻ കൊടുക്കണം. അപ്പോ ഇവിടെ എന്തുണ്ട്, ഇപ്പൊ ഇന്നത്തെ സമൂഹം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ ചുരുങ്ങിയ സമയം ശ്രദ്ധിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്ക് ഞങ്ങളുടെ ഓരോ കോട്ടുകൾ അതിപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടാവും. ഓരോരുത്തർ വ്യക്തികൾക്ക് അനുസൃതമായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടുതൽ അതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കി കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഉദാഹരണങ്ങൾ ഞങ്ങളോട് കുറെ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിനോട് ഏറ്റവും നല്ല കാര്യം എന്താണ്, എനിക്ക് ഞാൻ ചെയ്യാൻ സേവിക്കലാണ്, അല്ലെങ്കിൽ ഇത് നിസ്കരിക്കലാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന തോന്നലാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യം ഏറ്റവും നല്ല കാര്യമാണ്. മറ്റൊരു സാഹചര്യം ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. ഈ വിമാനമിക്കുക, അതേപോലെ എല്ലാ സമയത്തും വിസ്തരിക്കുക, അതേപോലെ ഇതും ചെയ്യാറില്ല. അതുപോലെ വേറെ അതേ ക്രിസ്ത്യന് മാറ്റുന്നില്ല, വേറെ സ്വഭാവം ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നവർക്ക് അപ്പൊ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ അവധാനം പിന്നെ പറഞ്ഞത് ഇത് ചെയ്യുക, അതേപോലെ പിന്നെ പറഞ്ഞത് അജ്ഞാനം.
അള്ളാഹിനെ വിശ്വസിക്കുക എന്നുള്ളതും ഹൃദയം വിശ്വസിക്കുക ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇത് ഓരോ വ്യക്തികൾക്ക് അടിസ്ഥാനമാണ്. നിബിധങ്ങള് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എപ്പോഴും നിബിധങ്ങൾ വരും. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പിന്നെ സംസാരിച്ച പ്രത്യേക വിഷയങ്ങൾ വളരെ ചുരുങ്ങിയ സംസാരം ജാമ്യക്കാരാണ്. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇന്നത്തെ ആളുകളാണ് റീലുകളും ഷോർട്ടുകളും ആണ് താല്പര്യമുള്ള ആളുകളാണ്. വളരെ കുറഞ്ഞ കമന്റുള്ള കുറഞ്ഞ നേരത്തെ ലിസണിങ് ടൈം വളരെ കുറവാണ്. ആവശ്യത്തിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കെന്നല്ല അതിൽ ഓരോ വാക്കുകളും കലത്തിൽ എത്രയാണ് എണ്ണാൻ പറ്റുന്നത്. അത്രക്കും വളരെ ചുരുങ്ങിയ രീതിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും മനസ്സിലായ രീതിയിൽ വളരെ ജാമ്യകരമായ സംസാരമാണ്. മറ്റു കാര്യം നോക്കുമ്പോൾ മറ്റു കാലത്ത് ആളുകൾ അതാണ് ഇഷ്ടപ്പെടുന്നത്. ചുരുങ്ങിയ രീതികളും അത് ട്രോളിംഗ് കാലഘട്ടമാണ്. അവിടെ പിന്നെ അധ്യാപനത്തിന്റെ ഒരു പ്രത്യേകത ഏത് കാലത്തും ഏത് സമൂഹത്തോടും സംവദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അധ്യാപന രീതിയിൽ വിശ്വാസമുണ്ട്. പിന്നെ മാത്രമല്ല എല്ലാ വിഷയങ്ങളായിരിക്കും ഓരോ വിദ്യാഭ്യാസത്തെ പഠിപ്പിക്കുന്ന രീതികൾ ഉദാഹരണത്തിന് കുറെ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിശയ നിരന്തരമായി കാണാൻ പറ്റും. കഥകൾ പറയുന്നത് അതായത് ആ വളരെ അതായത് ആളുകളെ ആലോചിച്ചു. ഈ സമയത്ത് ഒരു ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഇപ്പോ ഒരു ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു. അതിലൂടെ ഒരു മോറൽ കൊടുക്കുക, അതിലൂടെ ഒരു അധ്യാപനം കൊടുക്കുക. അതൊക്കെ എഴുതാൻ സ്വീകരിച്ച മാർഗങ്ങളാണ്. അപ്പൊ ആ ഒരു ഈ വേറെ മാർഗങ്ങളുണ്ട്. ഇപ്പോ ഒരു സഹാബി ഉണ്ടായിട്ട് യാചിച്ചാണ് വരുന്നത്. എനിക്കത് തെരഞ്ഞെടുത്ത് പറഞ്ഞത് പഴയക്കാലം നടക്കണം. അടുത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു മഴ വാങ്ങി കൊടുക്കുന്നു. ഇതുകൊണ്ട് പോയി വിളക്ക് വെച്ചിട്ട് ഉണ്ടാവും പണി ചെയ്യും. ആ പണി ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ട് അപ്പൊ ആ വ്യക്തിക്ക് ഇപ്പൊ ആരോഗ്യമുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഈ യാചിക്കുന്നേക്കാൾ നല്ലത് ഈ പണിയെടുക്കാണ്ട് പൈസ ഉണ്ടാക്കലാണെന്നും ഈ പൈസ ഉണ്ടാക്കാൻ അതുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനാണെന്ന് എല്ലാവരും മനസ്സിലാവും. ഇപ്പൊ സുഖേശ്വരന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഓരോ വ്യക്തികളോട് ഇൻസിഡന്റും അതേപോലെ കുടുംബത്തോടാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ അതെ വേറൊരു ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ എന്താണ് ഒരാളിങ്ങനെ കയറി വരില്ല നബിന്റെ സദസ്സിക്ക്. ഇത് നബിയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സാധനത്തിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഒരാളിങ്ങനെ കയറി വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, നബി ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി ഇസ്ലാം എന്ന് പറഞ്ഞു. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം പറഞ്ഞാൽ എന്താ? അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ഒരാ വ്യക്തി അത് കഴിഞ്ഞിട്ട് പോവാണ്. നമ്മൾ പറയാണ് ആ പറഞ്ഞത് ആരാന്നറിയോ? ജിബിരിയിലാണ്. ഈ സംഭവങ്ങൾ അറിയാനാണ് അതൊരു രീതിയാണ്. അതായത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കി അത് മനസ്സിലാക്കിയിട്ട് അത് സാഹചര്യം മനസ്സിലാക്കി അതിലൂടെ എന്താണ് പാഠം ഉൾക്കൊള്ളണം. പല കാണാൻ സാധിക്കും. ചിത്രങ്ങൾ മരുഭൂമിയെ വരച്ചിട്ട് ഒരു സ്വയം വരച്ചിട്ട് വരച്ചിട്ട് മനുഷ്യന്റെ നിറമാർഗം യഥാർത്ഥ പാതയാണ് കാണിച്ചു വെക്കുന്ന ഒരു രംഗമുണ്ട്. മണലിൽ ഇങ്ങനെ ഒരു അത് സ്വയം വരച്ച് അതിന് സെൻട്രൽ വരച്ച് ചുറ്റും മറ്റു വരകൾ വരച്ചിട്ട് കഴിച്ചു. എന്നുവെച്ചാൽ ആ സെൻട്രത്തെ പാതയെ യഥാർത്ഥ പാത വരയ്ക്കുന്ന രീതിയിൽ വരച്ച് കാണിക്കുന്നത് ഒരു കൈ കൊണ്ട് അങ്ങനെ ഒരുപാട് സാധിക്കും. എത്തീമിനെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ കൈ നിർത്തിപ്പിടിച്ചിരിക്കാൻ ആങ്ങി ഒരുപാട് വളരെ രീതിയിലാണ് ആളുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നത് വളരെ മനസ്സിലാക്കേണ്ട ഓരോ വ്യക്തിത്വം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലിസ്റ്റ് കിട്ടുന്നത് അതിലുള്ള ഏത് മാർഗം എടുത്ത് നോക്കിയാലും ഇപ്പൊ ഈ ആധുനിക സമയത്ത് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിൽ അതായത് ഏതൊക്കെ രീതികളുണ്ട് അതിലൊക്കെ എഴുതുന്ന ഒരു മാർഗം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു പുസ്തകം ഉണ്ടല്ലോ മറ്റേ ഒരു നിരുത്തങ്ങളെ ഇത് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ അതന്നെ ആ പുസ്തകം ഇസ്ലാമിക് പ്രത്യേകമായിട്ട് ഒരു സംഭാവനയാണ്. അതിലപ്പുറമായിട്ട് പുസ്തകത്തിൽ നോക്കുമ്പോൾ മുഹമ്മദ് അന്നാണ് പുസ്തകം. ആ പുസ്തകത്തിൽ നോക്കുമ്പോൾ അവര് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ജീവിതത്തിൽ യുസ്ലാമിന്റെ ഒരു ദൈവികമായിട്ടുള്ളതിനപ്പുറം യുസ്ലാമിയുടെ ഒരു വ്യക്തി ഓരോ കാര്യങ്ങളും അത് വരുന്ന രീതിയിൽ വിശ്വാസമായ അധ്യാപന നിലയ്ക്ക് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന രീതിയിൽ പറയുന്നത്. നമുക്ക് മനസ്സിലാകുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഡോക്ടറാണ് അപ്പോ അവരിങ്ങനെ
ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ആ ഡോക്ടർക്ക് 11 മക്കളുണ്ട്. അപ്പോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇങ്ങനെ തന്റെ ഒരു മകന് എന്താണ് ഈ ഇസ്രായേൽ ആക്രമണത്തിൽ ഇങ്ങനെ ബോംബ് എഫക്ട് ചെയ്ത് അത് അവിടെ കെടുക്കുകയാണ്. അത് വളരെ മേജർ ആക്സിഡന്റ് പറ്റിയിട്ട് അവിടെ കെടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആ സ്ത്രീ പറയുന്നത്, ആ സമയത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പറയാം, എന്റെ 11 മക്കളും 10 മക്കളും മരിച്ചുപോയി ഇസ്രായേൽ ആക്രമണത്തിൽ. അവസാനം ഉണ്ടായ ഒരു കുട്ടിയാണ് ഈ മരിക്കാൻ വയ്ക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീ പറയാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്ക് വിഷമമില്ല. കാരണം നമ്മുടെ ഈ പുസ്തകത്തിന്റെ കാര്യം ഇപ്പൊ ഈ പുസ്തകം എഴുതുമ്പോൾ തന്നെ അവർ ഇൻട്രോഡക്ഷനെ പറയുന്നത് ഞാനൊരു അമ്മയാണ്. അപ്പൊ ആ നിലക്ക് എന്താണ് എന്നെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സ്വാധീനിച്ചു ലഭിക്കുന്നതിന് പ്രതിരോധശേഷിയാണ്. പിന്നെ മക്കളെന്താണ് ഈ മക്കൾ 6 മക്കളാണ്. അത് ബാക്കി ആശ്ചര്യം മാത്രമല്ല മാത്രമാണ്. അപ്പൊ എന്താണ് അത്ര കാലം തന്നെ അത്ര ദിവസം സഹിച്ചു നിന്നു. അതേപോലെ നമ്മുടെ അതേ പാർട്ടി കളിച്ചു നോക്കുമ്പോൾ പലസ്തീനെ അവർ അധ്യാപകരുണ്ട് പിന്നീട് അധ്യാപകർ കിട്ടുന്നത് ചില മക്കളെ ലഭിച്ചിട്ട് വീണ്ടും ജീവിക്കാൻ പ്രതീക്ഷയാണ്. പിന്നെ ഫാത്മായിലേശമാണല്ലോ ഈ നമ്മൾ നേരെ എടുത്തു നോക്കി ഇപ്പൊ ഇന്ന് പറഞ്ഞാൽ ഈ കറപ്ഷൻ, അഴിമതി, പിന്നെ അതുപോലെ തന്നെ ഈ ഭരണകർത്താക്കളെ അതായത് ഇപ്പൊ ഇന്ത്യയിലായാലും നമ്മളെ കേരളത്തിലെ സിറ്റുവേഷൻ ആയാലും ലോകത്തുള്ള പല ഭാഗത്തുള്ള സിറ്റുവേഷൻ എത്തിക്കപ്പെടുന്നത് അന്യായമായിട്ടാണ് ഒരുപാട് ആൾക്കാർ മട്ടാലും കൈ വെക്കുന്നത് ആ കാലഘട്ടത്തിൽ വരുന്നത് ആ മക്കളൊക്കെ മരിച്ചുപോയി. ഫാത്തിമ കട്ടാലും കൈയ്യെടുക്കുന്ന സ്ത്രീ കട്ടേന്റെ പേരില് അവർക്ക് അവർ പുതിയ ഗോത്രമഹിമ കാണിക്കാനുള്ളതാണ്. വലിയ ഉയർന്ന ഗോത്രമാണ്. കൈ വിട്ടാൽ മോശമാണ് പറയുന്നത്. ഇതേപോലെയാണ് മറ്റു സമുദായങ്ങൾ എന്തായത് നശിച്ചു പോയത്. മൂന്ന് കത്താലുണ്ടാവും. അതേപോലെ തന്നെ ഐഷാബിന്റെ അടങ്ങാണ്. ഐഷാബിന്റെ സ്വഭാവത്തിന്റെ വിഷയം ഉണ്ടായിരുന്നു. ആളുകൾ ആരോപിക്കുന്നുണ്ട്, ഒരുപാട് സഹാബാക്കൾ ആരോപിക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. ഐഷാബിന്റെ ഇതിനെ അവസാനം ഐഷാബി എന്താണ് പറഞ്ഞത്, ഐഷാബിന്റെ വിഷയമായി. എന്താണ് ഐഷാബി പറഞ്ഞത്, അൽഹംദുലില്ലാന്ന് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത്. അത് നിൽക്കാങ്ങളൊന്നും പറഞ്ഞില്ല എന്നുള്ളത്. നിൽക്കാങ്ങൾ അവിടെ നിന്നത് എങ്ങനെയാണ്, ഞങ്ങൾക്ക് യഥാർത്ഥ ഒരു നോക്കി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എഴുതാങ്ങളെ നമുക്ക് കാണിച്ചുന്ന മാർഗം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളിപ്പോ മോഡേണിറ്റിക്ക് വെച്ച് നോക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ എന്തൊരു പരിപാടി വിഷയമാണ്. അപ്പോ ഇങ്ങനെ കേട്ടല്ലേ അധ്യാപകൻ ഒരുപാട് അത് നോക്കുമ്പോൾ അവിടെ ഉന്നയിക്കുകയാണ്. അപ്പൊ നാനസറാൻ പറയുന്നത് നാനസറാൻ 10 വർഷം ജയിച്ചു. പിന്നീട് ഒരു മോശപ്പെട്ട വാക്കോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. 10 വർഷങ്ങളെ ഒരിക്കലും പോലും സാധന അനുഭവത്തില്ല. അതേപോലെ തന്നെ ഒരു 10 വർഷം പറയുന്ന കാര്യമുണ്ട്. നമുക്ക് പറയുന്നത് എന്താണ് റോമിലെ ഇസ്രായേൽ കഴിച്ചാൽ കണ്ടു, റോമിലെ സീസണെ കണ്ടു, ഒരുപാട് രാജാക്കന്മാർ അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അവിടുത്തെ ആളുകൾക്ക് ഒന്നും ഉണ്ടായി, അവിടുത്തെ പ്രജകൾക്ക് മലയാളികൾക്ക് ഒന്നും ഇല്ലാത്ത സ്നേഹം ഉണ്ടായി. മുഹമ്മദിനുണ്ടായി, അവിടുത്തെ മുഹമ്മദിക്ക് അനേകർക്ക് ഉണ്ട്. അത്രത്തോളം നമ്മള് ഒരു അധ്യാപകൻ ഒരു കാര്യം ഒരു വിദ്യാഭ്യാസത്തിന്റെ സമയമാണ്. അപ്പോ ഞങ്ങള് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹജ്ജ് ചെയ്യാനൊരു ആഗ്രഹം കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് സന്ധ്യയാണ്, പോവാൻ ഹജ്ജിന് എത്തണം എന്നുള്ള സന്ധ്യയാണ്. ആ സമയത്ത് ഇതാ നമ്മളെ നമ്മള് സാഹിബിനോട് പറയണം, ഇവിടെ വെച്ച് നിർത്തണം, നിങ്ങൾ മൃഗങ്ങളെ അറുക്കണം, അതുപോലെ തന്നെ മുട്ടടിക്കണം എന്നുള്ള നിലക്കൊന്ന് പറയുക. ആ സമയത്ത് ആലോചിക്കും സമ്മതിക്കുന്നില്ല. അതായത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എത്ര കാലം ഹജ്ജ് ചെയ്യാൻ വരികയാണ്. ടെന്റിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, സെൽമാക്കി എന്ന് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നു. ആ നിബിതങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല, നേരെ വരുന്നു. നിബിതങ്ങള് അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അതായത്
അവർക്ക് കാണിച്ചു കൊടുക്കണം. അത് അപ്പൊ നമ്മുടെ നേതാവ് ഇത് ചെയ്യുന്നു, പിന്നെ ഞങ്ങൾ എന്താവണം, അതാണ് എന്റെ കാര്യം. എന്തെങ്കിലും റെഡിയാണ് പ്രാവർത്തിക അത് പലതും ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഇസ്ലാമിക ലോകത്തുണ്ടല്ലോ, ഇസ്ലാമിക ലോകം അതായത് പിൽക്കാലത്തുള്ളത് മുഹമ്മദ് ഇസ്ലാമിൽ തുടങ്ങി ഒരു ഇസ്ലാമിക ഖിലാഫത്തുകൾ എന്താണ് നല്ല സ്റ്റിക്കർ ഉണ്ടാക്കിയാലും നമ്മൾ ഇസ്ലാമിക ലോകത്തിൽ പറഞ്ഞു വന്നിരിക്കാൻ കാരണം അത്യാവശ്യം എഴുതി ഉൾക്കൊണ്ടിരുന്ന ഭാഗത്ത് അതിന് അതവ് ആ അതവ് അതവ് കൈമാറുന്നുള്ള നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഏറ്റവും വലിയ ടീച്ചർ ആരൊക്കെ ഏത് മതക്കാർക്ക് ഏത് വ്യക്തിക്കും ഇന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്താണ് വിശ്വാസം. ഈ സമയത്തുള്ള എന്ത് ഏത് വിഷയങ്ങളായാലും ഇന്ത്യ എന്താണ് ഉത്തരവാദിത്വ മതങ്ങളാണെന്നുള്ളതാണ്. അതായത് നമുക്ക് അധ്യാപനങ്ങൾ പെർഫെക്റ്റ് ഇന്ത്യയിൽ ഉൾക്കൊള്ളാം. ഇന്ത്യയിൽ വന്ന എല്ലാ ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ താങ്ക് യു ബിസിനസ്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു എപ്പിസോഡിലേക്ക് കാണാം. അസ്സലാമു അലൈക്കും.